ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ സാധാരണ നമ്മൾ എല്ലാവരും തന്നെ കടയിൽ നിന്നും ഹോട്ടലിൽ നിന്നുമൊക്കെയാണ് പൊറോട്ട വാങ്ങാറുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം. അപ്പോൾ അത് കുറച്ച് സമയമാവുന്നേ ഉള്ളൂ, പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് മൈദ ഒന്ന് അരിച്ചെടുക്കാം. ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരിച്ച് മാറ്റാം. ഇപ്പോൾ ഞാൻ ഈ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 240 ml അളവ് കപ്പിൽ 2 കപ്പ് മൈദ. അപ്പോൾ ഞാനിതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. നടുവിൽ ഇതുപോലെ ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തു. നമുക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. കുറച്ച് ഒഴിച്ച് കുറച്ചുകൂടെ പാല് ഒഴിച്ചു. ഇത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരല്പം എണ്ണ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് തേച്ച് കുഴച്ചിങ്ങനെ എടുക്കണം. നല്ല സോഫ്റ്റ് ആവും വരെ ഇതുപോലെ കുഴച്ച് കൊടുക്കണം. ഒരല്പം എണ്ണ കൂടെ നമുക്ക് കയ്യിൽ തൊട്ടിട്ട് നന്നായിട്ട് തേച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കിച്ചൺ സ്ലാബ് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ നമുക്കിങ്ങനെ തേച്ച് നല്ല മാവ് സോഫ്റ്റാക്കി എടുക്കണം. മാവ് എത്രയ്ക്ക് സോഫ്റ്റ് ആകുമോ അത്രയും പൊറോട്ട നന്നായിട്ട് വരും. ഇനി നമ്മൾ ഈ കുഴച്ച പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് മാവ് ഡ്രൈ ആകാതെ ഇതുപോലെ ഇട്ട് വയ്ക്കാം. ഇനി ഒരു നനഞ്ഞ തുണി വെച്ച് ഇതിനെ മൂടി വയ്ക്കാം. തുണി നന്നായിട്ട് നനച്ച് പിഴിഞ്ഞിട്ട് ഇട്ട് വയ്ക്കണം. നമ്മൾ ഒരു പാത്രം കൂടെ വെച്ച് മൂടി വയ്ക്കാം.
അപ്പം ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബോളുകളാക്കി എടുക്കാം. അപ്പോൾ ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. വീണ്ടും കുറച്ച് എണ്ണ എടുത്ത് പുറത്തൊക്കെ ഒന്ന് തൂത്ത് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അതുപോലെ ഈ നനഞ്ഞ തുണി കൊണ്ട് മൂടിയിടാം. ഒരു അരമണിക്കൂർ കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പരത്താം. നമുക്ക് ഈ ബോളുകൾ അരമണിക്കൂറായിട്ടുണ്ട്. കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് സ്ലാബിൽ വെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ബോളുകൾ ആദ്യം കൈ വെച്ചൊന്ന് പരത്താം. നമുക്ക് ചപ്പാത്തിയുടെ ഈ റൂളുകൾ വെച്ച് പരത്താം. മാക്സിമം തിന്നായിട്ട് പരത്താം. ഇടയ്ക്ക് കീറിപ്പോവുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ പ്രശ്നമില്ല. ഇത് കുറച്ച് എണ്ണയും നെയ്യും കൂടെ എടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതിൻ്റെ പുറത്ത് ഇതുപോലെ കുറച്ച് മൈദ ഇങ്ങനെ റെസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഈ നെയ്യും എണ്ണയും കൂടെ കലർന്ന് അതും കൂടെ നമ്മൾ കുറച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കത്തി കൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം. ഇങ്ങനെ ഇടയ്ക്കൊക്കെ കീറിപ്പോയാലൊന്നും പ്രശ്നമില്ല. ഇതുപോലെ ഇതിന് അടിഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാത്തിനെയും ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ പകുതി ഇതുവരെ മുറിച്ചിട്ട് ചുറ്റി എടുക്കാം.
അപ്പോൾ ഇത് വേറൊരു മെത്തേഡ്. ഇതിനെ നമുക്ക് ഡ്രൈ ആവാതെ ഈ പാത്രത്തിൽ വെച്ചിട്ട് ഇതുപോലെ തുണി വെച്ച് മൂടി വയ്ക്കാം. ഇനി നമ്മൾ ആദ്യം ചെയ്തു വെച്ചത് എടുത്ത് പരത്താം. അധികം പ്രസ് ചെയ്യാതെ പരത്തിയെടുക്കാം. സോഫ്റ്റായിട്ട് വെച്ച് പരത്താം. ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച്, പാനോ ദോശക്കല്ലോ അടുപ്പത്ത് വെച്ച് ഇതിനെ ഉടനെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ചുട്ടെടുത്തു. ഇനി നമ്മൾ ഈ ലെയറൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് വരാൻ വേണ്ടി ഈ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ കൈവച്ചിങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ അടിച്ചു കൊടുക്കണം. ഇതുപോലെ രണ്ട് കൈയും ചേർത്ത് വെച്ച് അടിച്ച് നമുക്കതിൻ്റെ ഒരു ലെയർ പിടിവിച്ച് എടുക്കാം. നമ്മൾ ശക്തിയായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കണം. ഇതുപോലെ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊറോട്ട പോലെ ലെയർ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്.